അങ്ങനെ നമ്മുടെ ഗംഗേട്ടൻ മനുവിനെ വിളിച്ച് ചോദിക്കുകയാണ്, എവിടെയാണ് ശിവൻ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മനു പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ ഇല്ല വലിയച്ഛ, അച്ഛൻ കോടതിയിൽ പോയിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഹരിക്ക് ജാമ്യം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ കൊള്ളപ്പള്ളിയിൽ എത്തും, എന്തായാലും അപ്പളേക്ക് ശിവേട്ടൻ തിരിച്ചെത്തൂലല്ലേ എന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് അപ്പളേക്ക് എത്തുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അത്ര അത്യാവശ്യം വലിയച്ഛ എന്നൊക്കെ ചോദിക്കേണ്ടത് നമ്മുടെ മനു, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യേണ്ട. ആ സമയത്ത് നമ്മുടെ മനു വിചാരിക്കണേ, എന്താ ഇപ്പോൾ വലിയച്ഛൻ ഇത്രയും പെട്ടെന്ന് തിരിച്ച് വരുന്നത്, എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗംഗേട്ടൻ എത്തുന്നുണ്ട്. ഗംഗേട്ടൻ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നുണ്ട്, ഇപ്പോൾ അലീന കണ്ടോ, ബാലചന്ദ്രൻ്റെ മകളല്ല അത്ര, ഇപ്പം നിങ്ങളെല്ലാവരും കൂടി അവൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എന്താ ഉണ്ടായേ, ഇപ്പം കണ്ടില്ലേ അവൾ കണ്ണും ഇതൊക്കെ മൂക്കൊക്കെ കാട്ടിയിട്ട് ബാലചന്ദ്രനെ മയക്കിയെടുത്തിരിക്കുകയാണ്, ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ഗംഗേട്ടന് വിശ്വാസമായില്ലേ, ഇപ്പോൾ മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ഗംഗേട്ടന് ദേഷ്യം വന്നിട്ട്, ഇനി അലീനെക്കുറിച്ച് ഒരു വേണ്ടാത്തരം പറയരുതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജ അപ്പോഴും വിചാരിച്ചിട്ട് എന്താ ഈ ഗംഗേട്ടനും ശിവേട്ടനും ഒക്കെ പറ്റിയെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ ബാലചന്ദ്രൻ സ്റ്റാൻഡിലെ തിരഞ്ഞു പോവാണ്, ലൊക്കേഷനൊക്കെ നോക്കി പോകുന്നുണ്ട്, സ്റ്റാൻഡിലടുത്തേക്ക് എത്തുന്നുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ബാലചന്ദ്രൻ അലീനയാണ് സ്വന്തം മകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാലിനെ അലീനെ ഏൽപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇനി അവിടെ അലീന പോയിട്ട് എത്രമാത്രം കഷ്ടപ്പെടും, അതോ അവൾക്ക് ഇനിയുള്ള കാലം സുഖജീവിതമാണോ എന്ന് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം. ഇതുപോലുള്ള പ്രമുഖ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.